എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിനെ സുധീനെ സച്ചി അങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും സച്ചിയുടെ മനസ്സിന്റെ നന്മ രേവതി തിരിച്ചറിയാണ്. അതൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു ശ്രുതി നമ്മെ കണ്ടുമുട്ടുന്നുണ്ട്. പിന്നീട് ശ്രുതി തന്റെ ജോലി ഒറ്റ ദിവസം കൊണ്ട് ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് അത്ഭുതമായിരുന്നു. കാരണം കുറച്ച് സമയം മാത്രമാണ് ശ്രുതി ജോലിക്കായിട്ട് പോയിരുന്നത്. പിന്നീട് കാര്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ശ്രുതി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ലമ്മ അവിടെ ജോലി ചെയ്യാനായിട്ട്. അവിടെ അത് ഓഫീസാന്ന് പോലും പറയാൻ പറ്റില്ല, അവരുടെ അടിമയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രേവതി ചായയും കൊണ്ട് വരുന്നത്. രേവതി ചായ ചന്ദ്രമതിക്കാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ചന്ദ്രമതിയോട് ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം, ഇവർ ശ്രുതിക്കും കൂടെ ചേർത്തൊരെണ്ണം എടുക്കാനാ പറയുന്നത്. പക്ഷെ രേവതി എന്ത് ചെയ്യുക, അകത്തേക്ക് പോയിട്ട് ചന്ദ്രമതിക്ക് മാത്രം ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് വരിക. ശ്രുതിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം രേവതിക്കില്ല. അതിനും കതിർമണ്ഡപത്തിൽ വെച്ചിട്ടിട്ട് പോയി അവന് ചായയും കൂടെ ഉണ്ടാക്കി കൊടുത്താൽ മതി. രേവതിക്ക് നല്ല ദേഷ്യമായിരുന്നു. രേവതി ഒരു കപ്പ് ചായയൊക്കെ ആയിട്ടാ വന്നേ. പിന്നീട് ആ ചന്ദ്രമതിക്ക് നേരെ നീട്ടുമ്പോൾ ശ്രുതിക്ക് ചായ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് രേവതിയോട്. രേവതി പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ചായ ഉണ്ടായി കൊടുക്കില്ല എന്ന് പറയാം അയാൾക്ക്. എനിക്ക് അയാളുടെ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്താ തീരാവുന്നല്ലമ്മയെന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, അതിന്റെ പേരില് രേവതിനെ ഇട്ട് കുത്തുന്നുണ്ട്. അപ്പൊ രേവതി ഒറ്റക്കാലത്ത് തന്നെ നിൽക്കുക. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞു വേണമെന്ന് പറഞ്ഞാലും താൻ ചായ കൊണ്ട് കൊടുക്കില്ല ശ്രുതിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി കേട്ടു ചന്ദ്രമതി രേവതിയോട് പറയുന്നൊക്കെ. സച്ചി എന്ത് ചെയ്യുകയാണ്, നേരെ അങ്ങോട്ട് വന്നിട്ട് ചന്ദ്രമതി കയ്യിലിരുന്ന ചായ ചന്ദ്രമതി ശ്രുതിക്ക് കൊടുത്തായിരുന്നു. ആ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ചായയും കപ്പും കൂടെ മേടിക്കുകയാണ്. എന്നിട്ട് സച്ചി അങ്ങോട്ട് കുടിക്കുക. എന്നിട്ട് നല്ല ചായ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലേ, മകൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വേണേ അമ്മ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ എൻ്റെ ഭാര്യനെ കൊണ്ടൊന്നും അല്ല ചെയ്യിക്കണ്ടേ. എൻ്റെ ഭാര്യയോട് എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ് ഇവൻ ചെയ്ത വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലാത്ത. പിന്നെ പൈസ ഒരു 6 മാസത്തിനുള്ളിൽ തരുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം വേറൊന്നും ചിന്തിക്കുകയോ വേണ്ട. പൈസ തരുന്നില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നുള്ളേ. എൻ്റെ ഭാര്യയോട് നിങ്ങൾ ഇനി ഒന്നും കൽപ്പിക്കാനും വരില്ല, അവളൊന്നും ചെയ്തു തരത്തില്ലെന്നൊക്കെ പറയണേ. രേവതിനെ രക്ഷിക്കുക ചെയ്യുന്ന അവിടെ സച്ചിക്കറിയാം രേവതിയുടെ മനസ്സ് എത്രമാത്രം നൊന്നിട്ടുണ്ട്. ആ കതിർമണ്ഡപത്തിൽ നിന്ന് ശ്രുതി ഓടിപ്പോയി കഴിഞ്ഞപ്പം പിന്നീട് സച്ചിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണത്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയും മുറി ചെന്നിട്ട് പൂവൊക്കെ കെട്ടാനായിട്ട് തുടങ്ങണം. അപ്പം പൂമാലയൊക്കെ കെട്ടണം. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള എന്നാ സ്പീഡപ്പിൽ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. രേവതി പറഞ്ഞു, അതെ ഞാൻ എൻ്റെ കുഞ്ഞുനാളും മുതലേ ചെയ്യുന്ന ജോലിയല്ലേ, അപ്പം നമ്മൾ കുറേ കാലം ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൽ നല്ല എക്സ്പേർട്ട് ആവുമെന്ന് പറയണം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്ന് പറയണം. അതിനെന്താ ഞാൻ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയണേ. എനിക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അത് മതി, ഇനി ഇപ്പം ഇതും കൂടെ വേണ്ടാന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി സുധീരുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എവിടെയായാലും എന്തെങ്കിലും ഒരു ജോലി തപ്പി കണ്ടുപിടിക്കണം. എത്ര നാളെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ. സുധി നിനക്ക് പൈസ കൊടുക്കണ്ടേ സച്ചിക്ക്? 6 മാസം കഴിയുമ്പോൾ അവൻ പൈസയും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. എൻ്റെ തലയത്തോട് സത്യം ചെയ്തിരിക്കുന്ന പൈസ കൊടുത്തേക്കാന്ന്. ആ പൈസ കൊടുത്തില്ലേ പിന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കായിരിക്കും, ഞാൻ ഉണ്ടായി കൊടുക്കേണ്ടി വരും. നിനക്കറിയാലോ എൻ്റെ കയ്യിൽ എവിടുന്നെങ്കിലും പൈസയുണ്ടോ? അച്ഛനാണെങ്കിൽ ആകെപ്പാടെ ഇനിയിപ്പിച്ചിട്ട് പെൻഷൻ മാത്രമേ കിട്ടാനുള്ളൂ. അതാ ഈ വീട്ടു ചെലവിനൊക്കെ ആയിട്ട് എടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കാനൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ ചന്ദ്രമതി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. രേവതി ചായ കൊണ്ടേ കൊടുത്തില്ല, അപ്പൊ ഇനി സുധീനെ കൊണ്ട് എത്ര പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിക്കണം. സുധിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. അപ്പം സച്ചി രേവതിയും കൂടെ ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്ന കാണുമ്പോൾ ചന്ദ്രമതിക്ക് മനസ്സിനകത്തൊരു ടെൻഷൻ. തൻ്റെ സുധിക്ക് ഒരു ജീവിതം ആയില്ലോ. പക്ഷെ സച്ചി രേവതിയായിട്ടൊന്നും ജീവിച്ചു കഴിയുമ്പം അവൻ്റെ ജീവിതം സേഫായി. പക്ഷെ ഇവൻ അങ്ങനെ കഷ്ടപ്പെടുക ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യണം, ഈ കാര്യം നേരെ സുധിയോട് പറയുന്നുണ്ട്. സുധി പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്കൊരു പെണ്ണൊന്നും വേണ്ടമ്മേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പെണ്ണുങ്ങളെ തന്നെ വെറുത്തു പോകാന്ന് പറയുന്നുണ്ട്. ഇപ്പം ചന്ദ്രമതി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് കഴിയണം, ഇനിയിപ്പോൾ അത് വെച്ച് താമസിപ്പിച്ചുകൂടാ, അമ്മ നിനക്ക് വേണ്ടി പെണ്ണ് ആലോചിക്കാന്നൊക്കെ പറയുന്നുണ്ട്. സുധി എറുപ്പൊന്നും പറഞ്ഞില്ല. പിന്നീട് ചന്ദ്രമതി സുധിക്ക് വേണ്ടിയിട്ടൊക്കെ പോയി പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. ബാമേനും കുട്ടിക്കൊണ്ടാ പോകുന്നേ.
അപ്പൊ സുധിയുടെ കഷ്ടതകളൊക്കെ മാറാനായിട്ടാ ആ ഒപ്പം തന്നെ ശ്രീകാന്തിന്റെ പേരിലും രവീന്ദ്രനും എല്ലാവർക്കും കഴിപ്പിച്ചു. പക്ഷെ സച്ചിക്കും രേവതിക്കും മാത്രം കഴിപ്പിച്ചില്ല. അന്ന് രേവതിയും ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. രേവതി കേട്ടു മാമ ചന്ദ്രമതി ചോദിക്കുന്നത്, അതെന്താ നീ നിന്റെ 2 മക്കൾക്ക് മാത്രമേ കഴിപ്പിച്ചുള്ളൂ, സച്ചിക്ക് വേണ്ടിയിട്ട് എന്നെ പുഷ്പാഞ്ജലി ഒന്നും കഴിപ്പിക്കാതെ എന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ അവന് വേണ്ടി ഞാൻ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പോവാ, അല്ലാതെ ഞാൻ എന്നെ മനായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. എൻ്റെ 2 ആമക്കളുണ്ട്, എനിക്ക് അവര് മതി. പിന്നെ അവനെ പിന്നെ ഞാൻ ഇങ്ങനെ നമ്മി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയേട്ടൻ്റെ സ്വഭാവം അറിയാലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയേട്ടൻ അത് മതി അതേ പിടിച്ച് കയറാനായിട്ട്. ഇപ്പം തന്നെ അവന് വീട്ടിലുണ്ടാക്കുന്ന പൊല്ലാപ്പോൾ എന്തൊക്കെയാണെന്നറിയാവോ. അവൻ ഇല്ലായിരുന്നെങ്കിൽ സുധിക്ക് വീട്ടിലൊരു സമാധാനം ഉണ്ടായിരുന്നു. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നെങ്കിൽ എനിക്കും ഒരു സമാധാനം കിട്ടിയായിരുന്നൊക്കെ പറയാം. രേവതിക്ക് ഇത് കേട്ടുകഴിഞ്ഞ് വല്ലാത്ത സങ്കടമാണ് വരുന്നത്. എല്ലാവരുടെയും പേര് കഴിപ്പിച്ചിട്ട് സ്വന്തം മോനായ സച്ചിയുടെ പേരിൽ ചന്ദ്രമതി കഴിപ്പിക്കുന്നില്ലോ എന്ന് ഓർത്തിട്ട് രേവതി ഒട്ടും മടിച്ചില്ല. രേവതി ചെന്നിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് സച്ചിയുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നുണ്ട്. പിന്നീട് അതുമായിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് സച്ചി പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചിയോട്, അതേ ഞാൻ പുഷ്പാഞ്ജലി കഴിപ്പിച്ച ഒരു കുറി തൊട്ടിട്ട് പോകാൻ പറയാണ്. സച്ചിക്ക് അത്ഭുതമായിരുന്നു. ഇതുവരെയായിട്ട് സച്ചിയുടെ പേരിൽ വീട്ടിലാരും പുഷ്പാഞ്ജലി ഒന്നും കഴിപ്പിച്ചില്ല. ആകെപ്പാടെ കഴിപ്പിച്ചേക്കുന്ന അച്ഛമ്മയാണ് കഴിപ്പിച്ചേക്കുന്നത്. പിന്നെ അച്ഛൻ ക്ഷേത്രത്തിൽ പോകണം, അച്ഛൻ കഴിപ്പിക്കും, അല്ലാതെ അമ്മയൊന്നും കഴിപ്പിച്ചിട്ട് പോലുമില്ല. രേവതി തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് സച്ചിക്ക്. സച്ചി വന്നിട്ട് പറഞ്ഞു, എനിക്കിതുവരെ ഇങ്ങനെ ആരും ചെയ്തു തന്നിട്ടില്ല കേട്ടോ, എൻ്റെ അച്ഛൻ കഴിഞ്ഞ പിന്നെ ഇപ്പം നീയാ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു പറയാണ്. രേവതി പറഞ്ഞു, ഇത് ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ കഴിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയാണ്. സച്ചിക്ക് എന്താണ് സന്തോഷമായി. സച്ചി കുറിയൊക്കെ തൊട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് സച്ചി തൻ്റെ മനസ്സിലുള്ള കുറെ കാര്യങ്ങളൊക്കെ രേവതിയോട് തുറന്നു പറയുന്നുണ്ട്. താൻ എന്തുകൊണ്ടാണ് അമ്മേനെ വെറുക്കുന്നത്, അമ്മയുടെ ഈ സ്വഭാവം എങ്ങനെയാണ്. രേവതിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. കുറെ ദിവസങ്ങളായല്ലോ രേവതി വന്നു കഴിഞ്ഞപ്പോൾ സച്ചിയോടുള്ള ചന്ദ്രമതിയുടെ പെരുമാറ്റം തന്നെ രേവതിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ സുധീനെ ഇപ്പം സ്നേഹിക്കുന്ന എത്രമാത്രം കാര്യമായിട്ടാണ്. സുധീനെ സച്ചിനെ രേവതി 2 തട്ടിലാണ് കാണുന്നത്. രേവതിയില്ല, സോറി, ചന്ദ്രമതി 2 തട്ടിലാണ് കാണുന്നത്. അതൊക്കെ ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ചന്ദ്രമതി ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് സച്ചിയെ കൂടുതൽ ചേർത്ത് നിർത്താനാണ് രേവതി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ സച്ചിയുടെ മനസ്സിന് നന്മയൊക്കെ അങ്ങനെ രേവതി തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ രേവതി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, രേവതി തന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സത്യം സച്ചിൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.